നമസ്കാരം. 9 മണി ഒറ്റനോട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിശദമായ വാർത്തകളിലേക്ക്. നെൽവയൽ നീർത്തട സംരക്ഷണ ഭേദഗതി ബിൽ നിയമസഭ ഇന്ന് പാസാക്കും. പൊതു ആവശ്യങ്ങൾക്ക് നെൽവയൽ നികത്താൻ ഇളവുകൾ അനുവദിക്കുന്നതാണ് ഭേദഗതി. നിയമം ഭേദഗതി ചെയ്യാനുള്ള നീക്കത്തെ പ്രതിപക്ഷം ശക്തമായ സഭയിൽ എതിർക്കും. വിവരങ്ങളുമായി നിയമസഭയിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, വിശദാംശങ്ങൾ. ഇന്ന് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതികൾ ഇന്ന് നിയമസഭ പാസാക്കും. ഇതുമായി ബന്ധപ്പെട്ട് ബില്ല് അവതരിപ്പിച്ചപ്പോൾ തന്നെ ഭരണപക്ഷത്തു നിന്ന് തന്നെ എതിർപ്പുണ്ടായിരുന്നു. CPI എതിർപ്പിനെ തുടർന്ന് നഗരപരിധിയിലുള്ള നെൽവയലുകൾ നികത്താനുള്ള അനുമതി ആ ഭേദഗതി ആദ്യം തന്നെ ഒഴിവാക്കിയിരുന്നു. തുടർന്ന് നിയമസഭയിൽ ഭേദഗതിക്കായി സമർപ്പിക്കുകയായിരുന്നു. 995 ഭേദഗതികളാണ് നിലവിൽ ശുപാർശകളാണുള്ളത്. ഇത് മുഴുവൻ അംഗീകരിക്കുമോ എന്നുള്ള കാര്യമൊന്നും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പക്ഷേ ഇന്ന് ബില്ല് പാസ്സാകും. ബില്ല് പാസ്സാകുന്നതോടെ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കം എന്നുള്ള ആരോപണമായിരിക്കും പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കുക. പ്രധാനമായി മാറ്റാൻ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഈ അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം നിലനിർത്താൻ അനുവാദം ഉണ്ടായിരുന്നത് ബില്ല് നടപ്പാകുന്നതോടുകൂടി ഏത് സമയത്തും നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായി പ്രതിപക്ഷം ആരോപിക്കുക. ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ മുൻപ് പഞ്ചായത്ത് തല, തദ്ദേശ സ്വയംഭരണ തലത്തിൽ ഒരു സബ് കമ്മിറ്റിയായിരുന്നു ഇതിനെതിരെ ശുപാർശ നൽകേണ്ടിയിരുന്നത്. പക്ഷേ ബില്ല് നടപ്പാകുന്നതോടുകൂടി RDO തരത്തിലുള്ള ഉദ്യോഗസ്ഥന് തന്നെ ഇതിന് മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. അവർക്ക് തന്നെ ഇതിനെതിർ നിലപാടെടുക്കാൻ RDO തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ നടപ്പാക്കാൻ കഴിയും ഭേദഗതി ബിൽ. ഇത്തരത്തിൽ നിരവധി ഭേദഗതിയിലെ ശുപാർശകൾക്കെതിരെ തന്നെ പ്രതിപക്ഷം തടസ്സവാദം ഉന്നയിക്കും. വിശദാംശങ്ങളാണ് ഉമേഷ് ബാലകൃഷ്ണൻ നൽകിയത്. UDF യോഗം ഇന്ന്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് പരാജയം യോഗം ചർച്ച ചെയ്യും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ സമരം ശക്തമാക്കുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യുമെന്ന് കൺവീനർ PP തങ്കച്ചൻ പറഞ്ഞു. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് കാരണം കോൺഗ്രസിലെ സംഘടനാ ദൌർബല്യമാണ് എന്ന മുസ്ലിം ലീഗിന്റെ ആരോപണവും ചർച്ചയ്ക്ക് വരും. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉയർന്ന പരസ്യ കലാപത്തിൽ ഘടകകക്ഷികൾക്ക് കടുത്ത അമർഷമുണ്ട്. പ്രത്യേകിച്ച് മാണിയെ മടക്കിക്കൊണ്ടുവരാൻ മുൻകൈയെടുത്ത മുസ്ലിം ലീഗിനെതിരെയുള്ള ആരോപണത്തിൽ പരസ്യ മറുപടിക്ക് ലീഗ് തയ്യാറായില്ല എങ്കിലും യോഗത്തിൽ പാർട്ടി അതൃപ്തി അറിയിക്കും. പാലക്കാട് കോച്ച് ഫാക്ടറി അടക്കം റെയിൽവേ വികസനത്തിൽ കേരളം നേരിടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് UDF MPമാർ ഇന്ന് ഡൽഹി റെയിൽ ഭവന് മുന്നിൽ ധർണ നടത്തും. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ദിവസം ഇതേ വിഷയത്തിൽ LDF MPമാരും ധർണ നടത്തിയിരുന്നു. കോച്ച് ഫാക്ടറി തൽക്കാലം പരിഗണനയിൽ ഇല്ല എന്ന് കാട്ടി റെയിൽ മന്ത്രാലയം MP രാജേഷ് MPക്ക് കത്തയച്ചതോടെയാണ് പ്രതിഷേധം തുടങ്ങിയത്. പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്നും ഉപേക്ഷിച്ചു എന്ന വാർത്തകൾ ശരിയല്ലെന്നും റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കൊല്ലത്ത് 2 സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജിലെ അഡ്മിഷൻ ക്രമക്കേട് സംബന്ധിച്ച് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് ABVP പരാതി നൽകി. ട്രാവൻകൂർ മെഡിസിറ്റി, മിയണ്ണൂർ അസീസിയ മെഡിക്കൽ കോളേജ് എന്നീ സ്ഥാപനങ്ങളിലെ ന്യൂനപക്ഷ പദവി റദ്ദാക്കണം. മെഡിക്കൽ സീറ്റുകളിലെ പ്രവേശന ക്രമക്കേടിൽ നടപടി വേണമെന്നുമാണ് ആവശ്യം. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSU നേരത്തെ മാർച്ച് നടത്തിയിരുന്നു. PV അൻവർ MLAയുടെ കക്കാടംപൊയിലുള്ള വാട്ടർ തീം പാർക്ക് അടച്ചുപൂട്ടും വരെ സമരം ശക്തമാക്കാൻ പരിസ്ഥിതി സംഘടനകളുടെ തീരുമാനം. അൻവറിനെ പിന്തുണയ്ക്കുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ പ്രക്ഷോഭം നടത്താൻ കോഴിക്കോട് ചേർന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ കൂട്ടായ്മ തീരുമാനിച്ചു. കക്കാടംപൊയിലിൽ PV അൻവർ MLAയുടെ വാട്ടർ തീം പാർക്കിലെ ഉരുൾപൊട്ടൽ ആകാശ ദൃശ്യങ്ങൾ സഹിതം ന്യൂസ് 18 പുറത്തുവിട്ടിട്ടും നടപടി സ്വീകരിക്കാത്ത ജില്ലാ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാനാണ് പരിസ്ഥിതി സംഘടനകളുടെ തീരുമാനം. അൻവറിന്റെ പാർക്ക് നിൽക്കുന്ന സ്ഥലം പരിസ്ഥിതി ലോല പ്രദേശമല്ലെന്നുള്ള ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന് കോഴിക്കോട് ചേർന്ന പരിസ്ഥിതി സംഘടനകളുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ജൂലൈ 5-ന് കളക്ടറേറ്റിന് മുന്നിൽ പരിസ്ഥിതി പ്രവർത്തകർ ശവാസനം നടത്തി പ്രതിഷേധിക്കും. ജൂലൈ ആദ്യ വാരത്തിൽ ഞങ്ങൾ വിപുലമായ എല്ലാ ശക്തികളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഞങ്ങളെ പരിസ്ഥിതി പ്രവർത്തകരെ എല്ലാവരും കൂടി കൂട്ടിയോജിപ്പിച്ചിട്ടുള്ള ശക്തമായ ഒരു സമര പരിപാടിക്കാണ് രൂപം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പാർക്കിലേക്ക് മാർച്ച് നടത്തിയാൽ ഗുണ്ടകൾ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് യോഗം വിലയിരുത്തി. ഈ സാഹചര്യത്തിലാണ് കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തുക. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ കളക്ടറുടെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് യോഗത്തിലുണ്ടായത്. ന്യൂസ് 18 കോഴിക്കോട്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. മൂന്നാർ ട്രൈബ്യൂണൽ ബാധകമാകുന്ന 8 വില്ലേജുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നിലപാടുകൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ. തൊടുപുഴ താലൂക്കിനെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്.
പോലീസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം നാളെ. എസ്പിമാർ ഉൾപ്പെടെ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് തിരുവനന്തപുരത്താണ് യോഗം. ഒന്നിനു പിറകെ ഒന്നായി വിവാദങ്ങൾ പോലീസിനെ പിടികൂടിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ. സംസ്ഥാനത്ത് മറ്റു വകുപ്പുകൾ പരമാവധി വിവാദങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുമ്പോൾ സർക്കാരിന് തലവേദനയായ പോലീസിൽ പിണറായിയുടെ അറ്റകൈ പ്രയോഗമുണ്ടാകുമെന്നാണ് കരുതുന്നത്. ജിഷ്ണുവിന്റെ അമ്മ മഹിജയെ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ മർദ്ദിച്ചത്, ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണം, കെവിന്റെ കൊലപാതകം, ഗണേഷ് കുമാർ MLA യുവാവിനെ മർദ്ദിച്ചത് തുടങ്ങി വിരലിലെണ്ണിയാൽ തീരാത്ത ആരോപണങ്ങൾ. ഏറ്റവും ഒടുവിൽ ADGPയുടെ മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ചെന്ന പരാതി. ഗവാസ്കറെ തല്ലിയത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് IPS അസോസിയേഷനും പോലീസ് അസോസിയേഷനും തമ്മിലുള്ള കലാപത്തിൽ. പോലീസ് ക്ലാസ് എടുക്കാൻ വന്ന മുൻ DGPക്ക് വാട്സാപ്പിലൂടെ സേനാംഗങ്ങൾ നടത്തിയ തെറിവിളി ചേരുതിരിവിന്റെ ആഴം വ്യക്തമാക്കുന്നു. പോലീസിൽ രാഷ്ട്രീയ അതിപ്രസരമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് തൊടുത്തുവിട്ട വിവാദം ഇതിനു പുറമെ സേന രണ്ടു തട്ടിലാകുന്നതിന്റെ അപകടം സർക്കാർ നന്നായി തിരിച്ചറിയുന്നുണ്ട്. ഒരു ADGPയും SPയും ഒഴികെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പോലും കൂടെയുള്ള അധികം പോലീസുകാരിൽ ഒരാളെ പോലും തിരിച്ചയച്ചിട്ടില്ല. DGPയുടെ ഉത്തരവിന് പുല്ലുവിലയില്ലാത്ത സാഹചര്യം. ഏവരും ഉറ്റുനോക്കുന്നത് യോഗത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉയരുന്ന വാക്കുകളാകും. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം നഗരമധ്യത്തിൽ മധ്യവയസ്കന്റെ മൃതദേഹം വൈദ്യുത പോസ്റ്റിൽ കെട്ടിവെച്ച നിലയിൽ. കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. തിരുനക്കര ക്ഷേത്രത്തിന് സമീപമാണ് രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, മരിച്ചയാൾ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? മരിച്ചയാളുള്ള ആരാണ് എന്ന വിവരം ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അവിടെ കടത്തെണ്ണയിൽ കിടന്ന് ഉറങ്ങിയ ഒരാളാണ് മരിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. രാവിലെ ഇതുവഴി നടക്കാനിറങ്ങിയവരാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. തിരുനക്കര ക്ഷേത്രത്തിന് സമീപമുള്ള ഇടവഴിയിലാണ് ഈ വൈദ്യുത പോസ്റ്റിൽ കെട്ടിവെച്ച നിലയിൽ ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതൊരു കൊലപാതകം തന്നെയാണെന്ന പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചുള്ളത്. കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വരുമെന്നും പോലീസ് പറയുന്നു. എന്തായാലും വ്യാപാര സ്ഥാപനങ്ങളും മറ്റുമുള്ള സ്ഥലമാണ്, അതുകൊണ്ട് CCTVയും മറ്റും ഇവിടെ ഉണ്ടാകും. അതിന്റെ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഇക്കാര്യത്തിൽ കൃത്യമായൊരു വിവരം ലഭിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും മൃതദേഹം മേൽനടപടികൾ പോസ്റ്റ്മോർട്ടവും മറ്റും നടത്തുന്നതിനുള്ള മേൽനടപടികൾ പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോപിക, വിശദാംശങ്ങളാണ് G. ശ്രീജിത്ത് നൽകിയത്. മലപ്പുറം മങ്കടയിൽ പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികൾ അമ്മയുടെ ഒത്താശയിൽ പീഡനത്തിനിരയായ കേസിൽ പുനരന്വേഷണം തുടങ്ങി. തൃശൂർ അഡ്മിനിസ്ട്രേറ്റർ ACP MK ഗോപാലകൃഷ്ണനാണ് അന്വേഷണ ചുമതല. പെൺകുട്ടികൾ പ്രതികളുടെ പേരുകൾ വെളിപ്പെടുത്തിയിട്ടും അന്വേഷണം നടത്താതെ നടപടികൾ അവസാനിപ്പിക്കാനുള്ള മങ്കട പോലീസിന്റെ നീക്കം ന്യൂസ് 18 ആണ് പുറത്തുകൊണ്ടുവന്നത്. മങ്കടയിൽ അമ്മയുടെ ഒത്താശയിൽ പെൺകുട്ടികൾ പീഡനത്തിനിരയായ സംഭവത്തിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള റിപ്പോർട്ടാണ് ജില്ലാ പോലീസ് മേധാവി തൃശൂർ റേഞ്ച് IGക്ക് നൽകിയത്. പെൺകുട്ടികളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കേസ് അവസാനിപ്പിക്കാൻ നീക്കം. എന്നാൽ റിപ്പോർട്ട് ദുർബലമായതിനാൽ IG കേസ് വീണ്ടും അന്വേഷിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. പോക്സോ നോഡൽ ഓഫീസർ കൂടിയായ നിശാന്തിനി IPS നടപടിയാവാത്ത കേസുകളെക്കുറിച്ചുള്ള റിപ്പോർട്ട് DGPക്ക് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പുനരന്വേഷണം. മങ്കട പീഡനക്കേസിന്റെ തുടക്കം മുതൽ ലോക്കൽ പോലീസ് കേസ് അട്ടിമറിക്കാൻ നീക്കം നടത്തുന്നതായി ആരോപണം ഉയർന്നിരുന്നു. FIR ഇട്ട് കഴിഞ്ഞ 8 മാസമായിട്ടും അറസ്റ്റുണ്ടായില്ല. പെൺകുട്ടികൾ നിർഭയ ഹോമിൽ തുടരുന്ന സാഹചര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ട് പോലീസിനോട് വിശദീകരണം ചോദിക്കുകയും റിപ്പോർട്ട് സമയബന്ധിതമായി നൽകാത്തതിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കേസ് അട്ടിമറിക്കാൻ നീക്കമുണ്ടായെന്ന ആരോപണമുള്ള സാഹചര്യത്തിലാണ് ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്തുന്നത്. കുട്ടികളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ശിശുക്ഷേമ സമിതി ഉൾപ്പെടെ കേസിൽ ഇടപെട്ട ഏജൻസികളുടെ പ്രതിനിധികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. കുട്ടികളുടെ വൈദ്യപരിശോധനാ ഫലം സംബന്ധിച്ച വ്യക്തമായ രേഖകൾ ലോക്കൽ പോലീസ് സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും വൈദ്യപരിശോധന നടത്താനും നീക്കമുണ്ട്. ന്യൂസ് 18 മലപ്പുറം. തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് CPM അംഗത്വം നൽകിയതെന്ന് PV ശ്രീനിജൻ. തന്നെയും ഭാര്യാപിതാവിനെയും തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു ആരോപണങ്ങൾ സൃഷ്ടിച്ചവർക്കെന്നും ശ്രീനിജൻ പറഞ്ഞു. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തെ തുടർന്ന് പൊതുരംഗത്ത് നിന്ന് മാറി നിന്ന ശ്രീനിജൻ 5 വർഷത്തിന് ശേഷമാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത്. മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും 2006 ഞാറയ്ക്കലിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ ശ്രീനിജന് അടുത്തിടെയാണ് CPM അംഗത്വം നൽകിയത്. തന്നെയും ഭാര്യാപിതാവും മുൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസുമായ KG ബാലകൃഷ്ണനെയും തകർക്കുക എന്ന ലക്ഷ്യമുള്ളവരാണ് ഇതിന് പിന്നിലെന്നും ശ്രീനിജൻ ആരോപിച്ചു.
അപ്പോൾ ഇവരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചിട്ട്, ഇവരുടെ ഇംഗിതങ്ങൾക്ക് അനുസരിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ഇവർക്ക് പലപ്പോഴും എന്നോടൊരു അപ്രീതി ഉണ്ടായത്. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള അജണ്ടകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ പുറകിൽ വലിയൊരു ലോബി ഉണ്ടായിരുന്നു, ആ ന്യൂസ് അടക്കമുള്ള കാര്യങ്ങൾ. താൻ കോൺഗ്രസിലായിരുന്നപ്പോൾ ഉയർന്ന ആരോപണങ്ങളിൽ പ്രക്ഷോഭം നയിച്ച CPM-ൽ ചേരുന്നതിനെക്കുറിച്ചും ശ്രീനിജന് മറുപടിയുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങൾ. സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ, നമ്മളെ സ്വന്തം കുടുംബത്തിലുള്ള ആളുകൾ ആരോപണം ഉന്നയിക്കണ പോലെയല്ല. മറ്റേത് രാഷ്ട്രീയം, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു. ആ ആരോപണങ്ങൾ അതിജീവിച്ച ഒരാളാണ് ഞാൻ. എനിക്കെതിരെ ഉണ്ടായ കേസുകളെല്ലാം അവരെ നിജസ്ഥിതി മനസ്സിലാക്കി കൊടുത്ത് അതിനുശേഷമാണ് ഇടതുപക്ഷമായിട്ട് സഹകരിക്കാൻ ഞാൻ തീരുമാനിച്ചത്. പിന്നെ അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുന്നത്താടിൻ്റെ പ്രചരണ ചുമതലയുള്ള ചെയർമാനായിരുന്നു. അതിനെ ഇങ്ങോട്ട് ഞാൻ ഇടതുപക്ഷ അനുഭാവിയായിട്ട് തുടരുകയായിരുന്നു. അങ്ങനെയാണ് ഈ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്നത്. CPM-ൽ സജീവമാകുന്ന ശ്രീനിജൻ പാർട്ടി നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുമെന്നും സ്ഥാനമാനങ്ങളൊന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നും വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് ശക്തി പകർന്ന് ന്യൂസ് 18 ഗുഡ് ലൈഫ് ഹെൽത്ത് കോൺക്ലേവ്. വിവിധ സെഷനുകളിലായി വിദഗ്ധർ നയിച്ച ചർച്ച ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ന്യൂസ് 18 നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. വ്യക്തിഗത ആരോഗ്യ സംരക്ഷണത്തിലൂടെ എങ്ങനെ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താമെന്ന അന്വേഷണമായി കോഴിക്കോട് നടന്ന ന്യൂസ് 18 ഗുഡ് ലൈഫ് ഹെൽത്ത് കോൺക്ലേവ് MK രാഘവൻ MP കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യരംഗത്ത്, സാമൂഹ്യ ജീവിതത്തിലെല്ലാം നമ്മൾ മുമ്പിലാണ്. പക്ഷെ കേരളം പോലുള്ള സംസ്ഥാനത്തിന് കഴിഞ്ഞ കുറേ കാലമായി ഒരുപാട് രോഗങ്ങൾ നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ രോഗങ്ങൾ കടന്നു വരുന്നു. അപ്പോൾ സ്വാഭാവികമായി എന്തുകൊണ്ട് കടന്നു വരുന്നു? ഈ മൗലികമായ ചോദ്യത്തിനാണ് ഉത്തരം കാണേണ്ടത്. MK മുനീർ MLA അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പ്രതിബദ്ധത മാധ്യമങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടാകണം എന്ന ഒരു സന്ദേശമാണ് ന്യൂസ് 18 ഇന്നത്തെ ഈ പരിപാടിയിലൂടെ ഒരിക്കൽ കൂടി വിളംബരം ചെയ്യുന്നത്. MLA-മാരായ A. പ്രദീപ് കുമാർ, V. അബ്ദുറഹ്മാൻ, ജില്ലാ കളക്ടർ UV ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ആന്റിബയോട്ടിക് ഉപയോഗം സംബന്ധിച്ച് ഡോക്ടർ അജിത് ഭാസ്കർ നേതൃത്വം വഹിച്ച ചർച്ച ശ്രദ്ധേയമായി. കേരളവും പനിയും എന്ന വിഷയത്തിൽ പ്രൊഫസർ ജയകൃഷ്ണനും മലയാളിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആസക്തിയെക്കുറിച്ച് ഡോക്ടർ PK ശശിധരനും ചർച്ച നയിച്ചു. ആരോഗ്യ സംരക്ഷണത്തിൽ കായികക്ഷമതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ റോയ് P. ചന്ദ്രൻ വിശദീകരിച്ചു. നമ്മുടെ ആചാര്യന്മാർ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതശൈലിയെക്കുറിച്ച് വ്യായാമവും ഭക്ഷണവുമായിരിക്കണം നിന്റെ മരുന്ന് എന്ന് ഹിപ്പോക്രൈറ്റ്സ്, ഫാദർ ഓഫ് മെഡിസിൻ, പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും വീഡിയോ കോൺഫറൻസ് വഴി കോൺക്ലേവിൽ പങ്കെടുത്ത ആരോഗ്യമന്ത്രി KK ശൈലജ ആരോഗ്യ സംരക്ഷണത്തിൽ ന്യൂസ് 18 നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യം നമ്മൾ മുൻനിർത്തി പ്രവർത്തിക്കുമ്പോൾ ഇതുപോലുള്ള കൂട്ടായ്മകൾ അതിന് വളരെയേറെ ഗുണം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ലഹരി ഉപയോഗമുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രൊഫസർ PN സുരേഷ് കുമാറും ഡിജിറ്റൽ മീഡിയ ആസക്തിയെക്കുറിച്ച് ഡോക്ടർ വർഷ വിദ്യാധരനും ചർച്ച നയിച്ചു. ആത്മഹത്യാ നിരക്ക് എങ്ങനെ കുറച്ചുകൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് ഡോക്ടർ ദയാൽ നാരായണൻ വിശദീകരിച്ചു. പൊതുജന പങ്കാളിത്തം കൊണ്ടും സദസ്സിന്റെ ഇടപെടൽ കൊണ്ടും കോൺക്ലേവ് ശ്രദ്ധേയമായി. IMA കോഴിക്കോട് ചാപ്റ്ററിന്റെ പങ്കാളിത്തത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ആരോഗ്യ കേരളത്തിനായുള്ള ഇടപെടലുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നിപ്പ പോലുള്ള പുതിയ രോഗങ്ങൾ കടന്നുവരുന്ന കാലത്ത് അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങളും ഒപ്പമുണ്ടാകും. കോഴിക്കോട് നിന്നും ടീം ന്യൂസ് 18-നൊപ്പം പ്രദീപ് നാരായണൻ. സംസ്ഥാനത്ത് പുതിയ റേഷൻ കാർഡിനുള്ള അപേക്ഷ ഇന്നു മുതൽ സ്വീകരിക്കും. ജില്ലാ താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്കാണ് അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള ചുമതല. 4 വർഷമായി പുതിയ കാർഡിനുള്ള അപേക്ഷ സ്വീകരിച്ചിരുന്നില്ല. അതിനാൽ വലിയ തിരക്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 10 മുതൽ അപേക്ഷ സ്വീകരിക്കും. ഓൺലൈൻ അപേക്ഷയിലൂടെ ഈ കാർഡ് ലഭിക്കുന്നതിനുള്ള സംവിധാനം 1 മാസത്തിനകം നിലവിൽ വരും. കോഴിക്കോട് കൊയിലാണ്ടി എടവണ്ണ ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ 5 പേർക്ക് പരിക്ക്. ലോറിയും കാറും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ കണ്ണൂത്ത് സ്വദേശി ജോസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെടിയുണ്ടകളുമായി യാത്രക്കാരൻ പിടിയിലായി. പുനലൂർ സ്വദേശി ബിജു തോമസാണ് കസ്റ്റഡിയിൽ ആയത്. സിൽക്ക് എയർ വിമാനത്തിൽ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാനെത്തിയ ഇയാളുടെ ബാഗേജ് പരിശോധനയിലാണ് വെടിയുണ്ടകൾ കണ്ടെത്തിയത്. കസ്റ്റഡിയിൽ ഉള്ള ഇയാളെ ഇന്ന് വിവിധ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യും. മുംബൈയിൽ കാലവർഷം ശക്തി പ്രാപിച്ചതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ മഴ ശക്തിയായി തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. റോഡുകളിലും റെയിൽവേ ലൈനുകളിലും വെള്ളത്തിനടിയിലായതോടെ നഗരത്തിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. മഴക്കെടുതി പരിഹരിക്കാൻ ആവശ്യമുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുംബൈ കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു.
തുർക്കിയിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തയ്യിബ് എർദോഗാന് വിജയം. 53% വോട്ടുകൾ നേടിയാണ് എർദോഗാൻ ജയിച്ചത്. എതിർ സ്ഥാനാർത്ഥി മുഹ്റം ഇഞ്ചയ്ക്ക് 31% വോട്ടുകൾ മാത്രമാണ് നേടാനായത്. ഇത് രണ്ടാം തവണയാണ് എർദോഗാൻ തുർക്കി പ്രസിഡന്റാകുന്നത്. ആദ്യ റൗണ്ട് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ തയ്യിബ് എർദോഗാൻ വിജയം ഉറപ്പിച്ചിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 53%-ലേറെ വോട്ടുകൾ നേടിയാണ് എർദോഗാൻ വിജയമുറപ്പിച്ചത്. തുർക്കിയിലെ ജനങ്ങൾ ജനാധിപത്യം അംഗീകരിച്ചെന്നും ഭരിക്കാനാവശ്യമായ ഭൂരിപക്ഷം തന്റെ പാർട്ടി സ്വന്തമാക്കിയെന്നും എർദോഗാൻ അവകാശപ്പെട്ടു. തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക ഫലപ്രഖ്യാപനം വെള്ളിയാഴ്ചയേ ഉണ്ടാകൂ. പ്രധാന എതിർ സ്ഥാനാർത്ഥിയായിരുന്ന മുഹറം ഇഞ്ചെ ഫലപ്രഖ്യാപനം ഔദ്യോഗികമായി വരാത്തതിനാൽ തോൽവി സമ്മതിച്ചിട്ടില്ലെന്ന് തുർക്കിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തുർക്കിയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്ന ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റിന് കൂടുതൽ അധികാരം ലഭിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.